വീണ്ടും നിയമങ്ങൾ ഘടിപ്പിക്കാൻ ഒരുങ്ങി നമ്മുടെ UK ഗവൺമെന്റ്. നമ്മൾ ഇന്ന് രാവിലെ ഒരു അപ്ഡേറ്റ് നിങ്ങൾ തന്നേ ഉള്ളൂ. ബാക്ക് ടു ബാക്ക് അപ്ഡേറ്റുകൾ വന്നുകൊണ്ട് അങ്ങനെയാണ് ഈ വീക്സിൽ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഇമിഗ്രേഷൻ അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും തീർച്ചയായിട്ടും. സോ നമ്മളിന്ന് രാവിലെ PR-ന്റെ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. PR 5 വർഷത്തിൽ നിന്ന് 10 വർഷത്തിലേക്ക് ഉയർത്താനുള്ള തീരുമാനമായിട്ട് ലേബർ ഗവൺമെന്റ് പോകുന്നു. അതിന്റെ സാഹചര്യങ്ങളും എന്താണ് സന്ദർഭങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് രാവിലത്തെ വീഡിയോ, ഇന്നത്തെ വീഡിയോ നിങ്ങൾ ജസ്റ്റ് കയറി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സോ ഗൈസ്, ഇന്ന് മറ്റൊരു അപ്ഡേറ്റും കൂടി വന്നിരിക്കുന്നു. അതായത് ഓൾ മൈഗ്രൻസ് വിൽ ഹാവ് ടു ബി ഫ്ലൂവന്റ് ഇൻ ഇംഗ്ലീഷ് ടു സ്റ്റേ ഇൻ UK എന്നുള്ള ഒരു അപ്ഡേറ്റുകൾ കൂടി പുറത്തു വരുന്നു. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിലേക്കാട്ടും വളരെ കൂടുതലായിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ നിയമങ്ങളാണ് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനകത്ത് വരാൻ പോകുന്നത് എന്നുള്ളതിനുള്ള സൂചനകളാണ് ഈ നിമിഷങ്ങളിൽ പുറത്തു വന്നിരിക്കുന്നത്. ദ ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്യുക. ഗൈസ്, വീഡിയോയിലോട്ട് കടക്കാം. ആദ്യമായിട്ട് ഇങ്ങനെ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇത്രയും ദിവസം എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന നിയമമാറ്റങ്ങൾക്ക് വേണ്ടി കാതോർത്തിരിക്കുകയായിരുന്നു. ഈസ്റ്റർ കഴിഞ്ഞിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലോക്കൽ ഇലക്ഷൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അത് പതിയെ നീട്ടി വെക്കുന്നു. ഇപ്പൊ ഈ വരുന്ന അപ്ഡേറ്റുകൾ കണ്ടിട്ട് എന്റെ മനസ്സ് പറയുന്നു, ഇനിയും അങ്ങോട്ട് നീട്ടി വെക്കണേ എന്നുള്ളൊരു ആഗ്രഹം എന്റെ മനസ്സ് പറയുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ള ന്യൂസുകൾ, ഈ പുറത്തു വരുന്ന ടൈംസ് ആവട്ടെ, ദ ഫിനാൻഷ്യൽ ടൈംസ് ആവട്ടെ, ഇവരൊക്കെ പുറത്തുവിടുന്ന ന്യൂസുകൾ ചങ്ക് തകർക്കുന്ന രീതിക്കുള്ള ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും രാവിലെ നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ PR-ന്റെ ശുപാർശ, നമുക്കറിയാം കൺസർവേറ്റീവ് പാർട്ടി വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 5 വർഷത്തിൽ നിന്ന് അത് 10 വർഷത്തേക്ക് ആക്കണം PR, 6 വർഷത്തിൽ നിന്ന് 15 വർഷത്തേക്ക് ആക്കണം സിറ്റിസൺഷിപ്പ് എന്നുള്ള ഒരു പ്രപ്പോസൽ കൊടുത്തെങ്കിലും ആ സമയത്ത് നമ്മുടെ ലേബർ ഗവൺമെന്റ് ചിരിച്ചു തള്ളി അത് ഒഴിവാക്കി പോയെങ്കിലും അതിന്റെ ഇടയിൽ നടന്ന ഒരു എലക്ഷൻ, ആ എലക്ഷൻ ലേബർ ഗവൺമെന്റിനെ മാറി ചിന്തിക്കാനായിട്ട് തയ്യാറാക്കിയിരിക്കുന്നു, ഇല്ലെങ്കിൽ അവരെ പ്രേരിപ്പിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിന്റെ അടിയിലുള്ള മണ്ണ് ഒലിച്ചു പോകുന്നത് ഗവൺമെന്റിന് മനസ്സിലായി. കാരണം ഒരുപാട് കൗൺസിലുകൾ റിഫോം പാർട്ടി തൂത്തുവാരി കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സോ ഇതൊക്കെ റിഫോം പാർട്ടി ഈ ലെവലിലേക്ക് വിജയിക്കാൻ കാരണം തന്നെ UK-ലുണ്ടാകുന്ന മൈഗ്രേഷൻ ഇല്ലീഗലും ലീഗലുമായിട്ടുള്ള മൈഗ്രേഷൻ തന്നെയാണ്. സോ അത് കൺട്രോൾ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ലേബർ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്ത ആളുകൾ തന്നെ റിഫോമിനെയും എടുത്ത് തോളിൽ വെച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് വരുന്ന ദിവസങ്ങൾ ഇച്ചിരി കഠിനമേറിയ ദിവസങ്ങളായിരിക്കും എന്ന് തന്നെയാണ് അറിയുന്നത്. ഇപ്പൊ ഏകദേശം ഒരു അപ്ഡേറ്റുകൾ അനുസരിച്ചിട്ട് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനകത്ത് ILR, അതായത് നമ്മുടെ PR എടുക്കുന്നത് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കും എന്നുള്ളതാണ്. എന്നാലും പല അവിടുന്ന് ഇവിടുന്ന് റൂമറുകൾ വരുന്ന അനുസരിച്ചിട്ട് UK-യിൽ ഓൾറെഡി എൻട്രി ആയിട്ടുള്ള വർക്ക് പെർമിറ്റിൽ നിൽക്കുന്ന ആളുകൾക്ക് ഈ PR-ന്റെ നിയമങ്ങൾ ബാധിക്കില്ല എന്നൊക്കെ പലരും റൂമർ പരമായിട്ട് പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ, ഒരു ക്ലാരിറ്റി കിട്ടുകയാണെങ്കിൽ ആ നിമിഷം തന്നെ നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തരുന്നതായിരിക്കും. സോ നിങ്ങളുള്ള അപ്ഡേറ്റുകൾ മിസ് ചെയ്യാതിരിക്കാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ടോ, ഷെയർ ചെയ്ത് കൊടുത്തോ നിങ്ങളുടെ സുഹൃത്തുക്കൾ. കാരണം എല്ലാവരും അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം UK-യിലെ ഓരോ മാറ്റങ്ങളും. സോ ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈഗ്രൻസ് ഹാവ് ടു ബി ഫ്ലൂവന്റ് ഇൻ ഇംഗ്ലീഷ് ടു ബി ഏബിൾ ടു വർക്ക് ആൻഡ് സ്റ്റേ ഇൻ UK അണ്ടർ ന്യൂ പ്രപ്പോസൽ എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് UK-യിലേക്ക് വരുന്ന സമയത്ത്, ഒരു സ്റ്റഡീസിന് വരുന്ന എല്ലാവർക്കും തന്നെ അറിയാം, എല്ലാ കോഴ്സിനും IELTS-ന്റെ ആവശ്യമില്ല. IELTS ഇല്ലാതെയാണ് UK-യിൽ പഠിക്കുന്നത്. അതായത് നോ IELTS സ്റ്റഡി ഇൻ UK എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് അഡ്വർടൈസ്മെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ IELTS ഇല്ലാതെ ഒരുപാട് പേര് UK-യിൽ കയറി വന്നിട്ടുണ്ട്. അതായത് GCSE എക്സാമിന്റെ, അതായത് +2 സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് UK-യിലേക്ക് വരാൻ പറ്റുമായിരുന്നു. പിന്നെ ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഇപ്പോൾ UK നാരിക്കൊക്കെ ചെയ്തിട്ട് കയറി വരാൻ പറ്റുമായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള ഒരു സംവിധാനം നിർത്തലാക്കാനുള്ള, ഇല്ലെങ്കിൽ ആ സംവിധാനത്തിൽ കാട്ടി കുറച്ചും കൂടി കടുപ്പിച്ച ഫ്ലുവന്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ടെസ്റ്റുകൾ, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇംഗ്ലീഷ് ക്വാളിഫിക്കേഷൻ ടെസ്റ്റുകൾ കൊണ്ടുവരാനായിട്ടുള്ള തീരുമാനത്തിലാണ് UK ഗവൺമെന്റ്. ഓക്കെ, മൈഗ്രൻസ് മേ ഹാവ് ടു ലേൺ എ ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ഇംഗ്ലീഷ് ടു വർക്ക് ഇൻ ദ UK ആൻഡ് വെയിറ്റ് ഫോർ ലോങ് ബിഫോർ ദേ ക്യാൻ സെറ്റിൽ പെർമനന്റ്ലി. റിപ്പോർട്ട് ഹാവ് സജസ്റ്റഡ് എന്നുള്ള രീതിയിൽ വന്നിട്ട് LBC തൊട്ട് പല ന്യൂസ് പേപ്പേഴ്സും ന്യൂസ് ചാനലുകളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ ഡ്യൂ ടു ബി പബ്ലിഷ് നെക്സ്റ്റ് വീക്ക് ഇൻ എക്സ്പെക്ടഡ് ടു സെറ്റ് ഔട്ട് ദ റിഫോം. It is the first sign of
circles term are getting tougher on migration in the wake of Labour's local election loses reform UK. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ലോക്കൽ ഇലക്ഷൻ തന്നെയാണ് നമ്മളുടെ കഴുത്തറുത്തുകൊണ്ടിരിക്കുന്നത്. റിഫോമിന്റെ മുൻ ഏറ്റം അത് നമുക്ക് ഉണ്ടാവുന്ന ഒരു വലിയ അടിയായിട്ട് മാറുന്നു എന്നുള്ളതാണ് വരുന്നത് കേട്ടോ. Among the strict new measures under consideration is raising English language proficiency required by migrants applying for a UK work visa according to the Times. Okay, so കുറച്ചുമായിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ. ഇപ്പം നമ്മളിന്ന് രാവിലെ PR-ന്റെ കണ്ടു, ഇതിപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ കാണുന്നു. ഇനി വരുന്ന ദിവസങ്ങൾ സ്റ്റുഡന്റ് വിസയും ഗ്രാജുവേറ്റ് റൂട്ട് വിസയും മറ്റു വർക്ക് വിസകളുടെയും ഇതേ സമാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ വരും. According to the Home Office, it means migrants have to be able to express themselves fluently and spontaneously without much obvious searching for expressions, and to speak English flexibly and effectively for social, academic and professional purpose. അതായത് നല്ല രീതിയിൽ വെട്ടിപ്പായി പ്രൊഫഷണലായി ഇംഗ്ലീഷ് സംസാരിക്കാൻ, ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം ഒരുപാട് പേര് UK-യിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇംഗ്ലീഷ് പ്രശ്നമുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും അവരെല്ലാവരും ഇനി PR എടുക്കുമ്പോഴും വർക്ക് പെർമിറ്റ് എടുക്കാൻ പോകുമ്പോഴും ഇത് പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. ഇതിന്റെ ഡീറ്റെയിൽ വിവരങ്ങൾ എല്ലാം ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനകത്തായിരിക്കും വരിക എന്നുള്ളതും കൂടി പറയുന്നുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഈ കോമ്പറ്റൻസി എങ്ങനെ ചെക്ക് ചെയ്യും എന്നുള്ളതെല്ലാം നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ബേസിക് ഇംഗ്ലീഷ് മതി നമുക്ക് UK-യിൽ ഒരു ജോബ് കിട്ടാനായിട്ട്. ഈ ബേസിക് ഇംഗ്ലീഷ് വെച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരും ജോബ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ മറ്റ് ഹോം ഓഫീസ് നിർദ്ദേശിക്കുന്ന ഇംഗ്ലീഷ് ടെസ്റ്റുകൾ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. അതെല്ലാം നമുക്ക് എപ്പോൾ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനകത്തേ മാത്രമാണ് അറിയാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് നമ്മളെ എല്ലാ ന്യൂസുകളും നമ്മൾ കാണുക. മാക്സിമം ഒന്നും തന്നെ വിട്ടുപോകരുത്. കാരണം വെച്ചാൽ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം നിങ്ങൾക്ക് എല്ലാവരുടെ അടുത്ത് പറയുകയാണ്, ആരുടെ കയ്യിലെങ്കിലും ഇപ്പോൾ COS ഉണ്ടെങ്കിൽ, സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ വിസകൾ ഫയൽ ചെയ്യുക. ഓക്കെ, കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഈ നിയമങ്ങൾ മാറിയ ശേഷം നിങ്ങൾ ഒരു പക്ഷേ ഈ വിസയൊക്കെ ഫയൽ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ നിയമങ്ങളെല്ലാം നിങ്ങളെ എഫക്റ്റ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ പലരും ഇവിടെ വിസകളൊക്കെ കിട്ടിയിരിക്കുന്ന ഒരുപാട് പേരെ നമുക്കറിയാം. സോ അങ്ങനെ എന്തെങ്കിലും വിസ ഫയലിംഗ് അസിസ്റ്റൻസോ കാര്യങ്ങളോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ താഴത്തെ ടോപ്പ് മേറ്റിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ എന്തെങ്കിലും കൺസൾട്ടേഷൻസ് നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളും ചോദിക്കാനുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ടോപ്പ് മേറ്റിനകത്ത് ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് നേരിട്ട് സംശയങ്ങളും കാര്യങ്ങളും ചോദിക്കാനായിട്ട് സാധിക്കും. തീർച്ചയായും ടോപ്പ് മേറ്റ് എന്ന് പറഞ്ഞ തേർഡ് പാർട്ടി ആപ്പാണ്, എൻ്റെ ഓൺ ആപ്പൊന്നുമല്ല. സോ അതുകൊണ്ട് തന്നെ ചില സ്റ്റാർട്ടിങ് ഒരു ബീറ്റാ വെർഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ചില സമയങ്ങളിൽ കാണാറുണ്ട്. പക്ഷെ എങ്കിലും ഒരു 90% നമുക്ക് പ്രോപ്പറായിട്ടുള്ള കൺസൾട്ടേഷൻസ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റഡി ആവട്ടെ, വർക്ക് ആവട്ടെ, മറ്റ് സംശയങ്ങളാവട്ടെ, ഇപ്പോൾ സോളിസിറ്റേഴ്സിനെ അടക്കം ബുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് നമ്മൾ ടോപ്പ് മേറ്റിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ബിസിനസ് കൺസൾട്ടേഷൻ ഉൾപ്പെടെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ടോപ്പിക്ക് ഒന്നും കൂടി റിമൈൻഡ് ചെയ്യാം. നമ്മുടെ നിയമങ്ങൾ മാറാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി ഡെയിലി ഇതേപോലുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ UK-യിലേക്ക് വരാൻ നിൽക്കുന്നവർ വളരെ ശ്രദ്ധയോടെ തന്നെ ഡിസിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഓടിച്ചാടി കിട്ടിയ കോഴ്സ് കിട്ടിയ യൂണിവേഴ്സിറ്റീസ് ഒന്നും എടുത്ത് കയറി UK-യിലേക്ക് ഇനി വരരുത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങളുടെ ലാംഗ്വേജ്, ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ട് കിട്ടിയ യൂണിവേഴ്സിറ്റി എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ലാംഗ്വേജ് ഉണ്ടാവില്ല. ഇംഗ്ലീഷ് ഇല്ലാത്ത യൂണിവേഴ്സിറ്റി വേണം, ഇന്റർവ്യൂ ഇല്ലാത്ത യൂണിവേഴ്സിറ്റീസ് വേണം. അങ്ങനെയുള്ളവരൊക്കെ UK-യിൽ ഇനി PR ഇല്ല. ഇനി PSW അപ്ഡേറ്റ് എന്താണെന്ന് നമുക്ക് കാതോർത്തിരിക്കാം. ഒന്നും തന്നെ നിങ്ങൾ മിസ്സാവില്ല, അതെന്റെ ഗ്യാരണ്ടി ഗൈസ്. അപ്പോൾ